ഹായ് എല്ലാവർക്കും നോളജ് ഡൈജസ്റ്റിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എലോൺ മസ്കിൻ്റെ പുതിയ വാർത്ത $1 ട്രില്യൺ അദ്ദേഹത്തിന് പ്രതിഫലം ടെസ്ല കമ്പനിയിൽ നിന്ന് കൊടുത്തു എന്ന് പറഞ്ഞതിനെക്കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്തിനാണ് എലോൺ മസ്കിന് $1 ട്രില്യൺ വരുമാനം? $1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഒരു വലിയ തുകയാണ്. നമുക്കറിയാം, $1 മില്യൺ തന്നെ ഓൾമോസ്റ്റ് 8.5 കോടി രൂപ വരുന്നുണ്ട്. $1 ബില്യൺ എന്ന് പറയുമ്പോൾ 8500 കോടിയുടെ അടുത്ത് വരും. $1 ട്രില്യൺ എന്ന് പറയുമ്പോൾ 850 ലക്ഷം കോടി രൂപ. അത്രയും തുകയാണ് ഇലോൺ മസ്കിന് കൊടുത്തിരിക്കുന്നത്. അതിന് ഇലോൺ മസ്കിന് ഇത് ഒന്നിച്ച് ഉള്ള പ്രതിഫലമല്ല ശരിക്ക്. അത് അദ്ദേഹത്തിന് 10 വർഷത്തിൽ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുത്ത് ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷണൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഗോൾസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഫലമായിട്ടാണ് ഇത് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ടായിട്ട് അദ്ദേഹത്തിന് ഒന്നിച്ച് $1 ട്രില്യൺ കൊടുക്കുന്നില്ല. ഓരോ കൊല്ലവും അവർക്ക് ഒരു ആനുവൽ ടാർഗറ്റ് ടെസ്ല കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി 10 കൊല്ലത്തിനുള്ളിൽ $8.5 ട്രില്യൺ ആക്കണമെന്നാണ് മാർക്കറ്റ് ക്യാപിറ്റൽ. അപ്പോൾ അതിനുള്ള പ്രതിഫലമാണ്. ഓരോ കൊല്ലവും $1/2 ട്രില്യൺ വെച്ചിട്ടുള്ള മൈൽ സ്റ്റോണായി 12 മൈൽ സ്റ്റോണുകൾ കൊടുത്തിട്ടുണ്ട്. അവസാനത്തെ 2 മൈൽ സ്റ്റോൺ ഓരോ ട്രില്യൺ അഡീഷണൽ അച്ചീവും ചെയ്യണം. ഇതല്ലാതെ മസ്കിന് വേറെ കുറച്ച് മൈൽ സ്റ്റോണുകളുണ്ട്. 20 മില്യൺ വെഹിക്കിളുകൾ ഈ 10 കൊല്ലത്തിനുള്ളിൽ അദ്ദേഹം പ്രൊഡക്ഷനിലൂടെ കൊണ്ടുവരണം. അതിനുള്ള ഫുൾ റെസ്പോൺസിബിലിറ്റി അദ്ദേഹമാണ്. 1 മില്യൺ റോബോ ടാക്സികൾ മാർക്കറ്റിൽ കൊണ്ടുവരണം. പിന്നെ 1 മില്യൺ ഹ്യൂമനോയിഡ് ഓപ്റ്റിമസ് റോബോട്ട്സ് എന്ന് പറഞ്ഞ ടെസ്ലയുടെ ഒരു പുതിയ ഓപ്റ്റിമസ് റോബോട്ട്സ് ഉണ്ട്. അതിനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് വേറെ ഒരു വീഡിയോയിൽ വിശദീകരിക്കാം. അതിൻ്റെ 1 മില്യൺ റോബോട്ടുകൾ പുറത്തിറക്കണം. അതല്ലാതെ അവരുടെ ഫുൾ സ്കെയിൽ ഓട്ടോണമസ് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ കാറിൽ അത് ഡിപ്ലോയ് ചെയ്താൽ ആ കാറ് പിന്നെ ഓട്ടോണമസ് ആയി എല്ലാ സ്ഥലങ്ങളിലേക്കും ഓടും. അപ്പോൾ അതൊരു തന്നെ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡലാണ്. അതിൻ്റെ ഒരു 10 മില്യൺ സബ്സ്ക്രിപ്ഷൻസ് പുള്ളി ഈ 10 വർഷത്തിനുള്ളിൽ കൊണ്ടുവരണം. അതല്ലാണ്ട് ഇതെല്ലാം അഡ്ജസ്റ്റഡ് കമ്പനിയുടെ EBITDA $400 ബില്യൺ പ്രോഫിറ്റബിലിറ്റി ആ രീതിയിൽ അതും കൊണ്ടുവരണം. ഇതെല്ലാറ്റിനും കൂടിയാണ് അദ്ദേഹത്തിന് ഈ പ്രതിഫലം കൊടുത്തിരിക്കുന്നത്. ഇതൊരു വലിയ പ്രതിഫലമാണ്. അദ്ദേഹത്തിനെ ഒഴിവാക്കിയാൽ ഇപ്പോൾ ഉള്ള ബാക്കിയുള്ള റിച്ചസ്റ്റ് ബില്യണിയേഴ്സിൻ്റെ മൊത്തം 10 ബില്യണിയേഴ്സിനെ എടുത്താൽ അവരുടെ മൊത്തം വരുമാനം $1.7 ട്രില്യൺ ഉള്ളൂ. അപ്പോൾ അത് നോക്കുമ്പോൾ ഇത് ലോകത്തെ തന്നെയല്ല ഇത്രയും വലിയ പ്രതിഫലം കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഇലോൺ മസ്കിന് $1/2 ട്രില്യൺ ഷെയർസും അതും ഉണ്ട് എന്നാണ്. അപ്പോൾ ഇത് ഈ $1 ട്രില്യൺ ശമ്പളമായിട്ടല്ല, സ്റ്റോക്കും ഷെയർസും എനിക്ക് ടെസ്ലയിൽ വെസ്റ്റഡ് ഷെയർസ് 12% ഓഫ് ടെസ്ല ഷെയർസാണ്. അപ്പോൾ ഈ 10 കൊല്ലത്തിനുള്ളിൽ ഇത് അച്ചീവ് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഒരു 25% ഷെയറുകളായിട്ടാണ് കൊടുത്തിരിക്കുക. പിന്നെ ബാക്കിയുള്ള രീതിയിലുള്ള വരുമാനങ്ങളുമായി $1 ട്രില്യൺ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വിവാദങ്ങളും ഉണ്ട്. ഇത് അപ്രൂവ് ചെയ്യാൻ ടെസ്ല ബോർഡിൽ തന്നെ കുറച്ച് പേര് അതിന് സമ്മതമായിരുന്നില്ല. അവർ ഇത് ശരിയല്ല, ഇതൊരുപാട് ഡിസ്പാരിറ്റി ഉണ്ടാക്കും എന്നൊരു ചോദ്യമുണ്ട്. UN ഇതിൻ്റെ ഇത് വെച്ചിട്ട് തന്നെ ഇതൊരു വലിയ പ്രശ്നമുണ്ടാക്കും. ഇത്രയും ശമ്പളം എങ്കിൽ കുറച്ച് ബില്യണിയേഴ്സിനും അതേസമയത്ത് $40 ബില്യൺ ഉണ്ടെങ്കിൽ 2030 ഒരു വലിയ തോതിലുള്ള പോവർട്ടി അണ്ടർ ഡെവലപ്ഡ് നേഷൻസിൻ്റെയൊക്കെ ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ വിവാദങ്ങൾ വേറെയും നടക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ലോകത്തിലെ ആദ്യത്തെ അപ്പോൾ അതൊരു വലിയ വാർത്തയായി മാറിയിരിക്കുന്നു. എലോൺ മസ്ക് ഇതിനൊക്കെ അച്ചീവ്മെൻറ്റ് കൊണ്ടുവരാനുള്ള കഴിവുള്ളൊരു ഓൾറെഡി ഈ ടെസ്ല അല്ലാണ്ട് സ്പേസ് എക്സിൻ്റെ മൾട്ടി പ്ലാനറ്ററി സ്പീഷീസ് എന്ന ഒരു സ്ഥാപനത്തിൻ്റെ അതിൻ്റെ ഒരു സെൽഫ് സസ്റ്റെയിനിങ് മാർസിലൊരു സിറ്റി കൊണ്ടുവരാം. അങ്ങനത്തെ കുറേ ഗോൾസായിട്ട് വേറെയുണ്ട്. ന്യൂറോലിങ്ക് പറഞ്ഞൊരു കമ്പനിയുടെ നമ്മുടെ ബ്രെയിനിൽ തന്നെ ഒരു ചിപ്പ് കുത്തിവെച്ച് നമ്മൾ രീതിയിൽ നമ്മൾ മനുഷ്യൻ്റെ പ്രാവർത്തികം മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഒരിതുണ്ട്. ബോറിംഗ് ഈ ടണൽ ഉപയോഗിച്ചിട്ട് ഹൈ സ്പീഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാക്കാനുള്ള വേറെ പ്രൊജക്റ്റുകളുണ്ട്.
പിന്നെ അതല്ലാണ്ട് ടെസ്ലയുടെ എനർജി, സോളാർ എനർജി, AI രീതിയിൽ ഇതൊക്കെ മാറ്റി മാർസിൽ നാളെ ഒരു കോളനി സ്ഥാപിക്കുമ്പോൾ അതൊക്കെ യൂസ് ചെയ്യാന്നുള്ള പറഞ്ഞിട്ട് പല വേറെ ഗോളുകളുമായി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് പ്രാബല്യമുള്ളവരും. അത് കാരണം ഇത് കൊടുക്കുന്നത് ശരിയെന്ന് പറയുന്ന മറ്റ് ചില ആളുകളും ഉണ്ട്. അദ്ദേഹത്തിന് അതിനുള്ള പ്രതിഫലം കൊടുക്കണം, അപ്പോൾ ആ ഒരു രീതിയിൽ മോട്ടിവേഷനിൽ പറഞ്ഞിട്ട് ആ ഒരു ഗോൾ സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. നമുക്ക് വേറൊരു വിഷയമായി ഇനി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും നോളജ് ഡൈജസ്റ്റ് എന്ന ഈ ചാനൽ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.